നമ്മള് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ അടുത്ത് നിങ്ങൾ ആവശ്യപ്പെടുന്ന കണ്ടന്റ് എന്താണോ അതുമായിട്ടാണ് ജയലും നിങ്ങളുടെ അടുത്ത് വരാന്നുള്ളത്. സോ കഴിഞ്ഞ ലൈവ് ക്ലാസ്സിലൊക്കെ എല്ലാവരും ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്, മിസ്സേ തിയറിയിൽ എന്താണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്, തിയറി പാർട്ടിൽ നിന്ന് എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കാൻ സാധ്യതയുള്ളത്, ഈ കാര്യങ്ങളെ പറ്റിയിട്ടാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ ഇമ്പോർട്ടന്റ് തിയറി ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണ് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് എക്സാമിന് ചോദിക്കാൻ പോകുന്ന ക്വസ്റ്റ്യൻസ്, അതാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. സോ ഫസ്റ്റ് ചാപ്റ്റർ നമുക്കറിയാം സ്കോപ്പ് ആൻഡ് ഡെവലപ്മെന്റ് ആണല്ലേ. സോ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് സ്കോപ്പ് ആൻഡ് ഡെവലപ്മെന്റ് ആണ്. സോ ഈ ചാപ്റ്ററിൽ വരുന്ന ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണ്, തിയറി പാർട്ടിൽ ചോദിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ് എന്നാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. സോ ഫസ്റ്റ് റൈറ്റ് എനി 4 areas in which സ്റ്റാറ്റിസ്റ്റിക്സ് ഹാസ് ഇമ്പോർട്ടൻസ്. സ്റ്റാറ്റിസ്റ്റിക്സിന് ഇമ്പോർട്ടൻസ് ഉള്ള 4 ഏരിയാസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഒരുപാട് ഏരിയാസ് കൊടുത്തിട്ടുണ്ട്. പ്ലാനിങ്, എക്കണോമിക്സ്, ഇൻഡസ്ട്രി, മാത്സ്, മെഡിക്കൽ സയൻസ്, സൈക്കോളജി ആൻഡ് എഡ്യൂക്കേഷൻ, മാനേജ്മെന്റ് സ്റ്റഡീസ്, ഇങ്ങനെ എന്താണ് ഒരുപാട് ഏരിയാസ് കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഏതെങ്കിലും 4 ഏരിയാസിനെ പറ്റി മാത്രം നിങ്ങൾ എഴുതിയാൽ മതി. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ ദി ഫോളോയിങ് CSO ആൻഡ് NSSO. CSOയും NSSOയും പറ്റിയിട്ട് ഷോർട്ട് നോട്ട് എഴുതാനാണ് ചോദിച്ചിട്ടുള്ളത്. ഒഫീഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സ് എന്നുള്ള നമ്മുടെ ആ പോർഷനിൽ നിന്ന് ഇതുപോലെ ഒരുപാട് ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. CSO, NSSO, ISI ഇതിനെ പറ്റിയൊക്കെ നമ്മളോട് ചോദിക്കും. സോ CSO എന്ന് പറയുന്നത് സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് ആണ്. അതിന് നമുക്ക് എഴുതാൻ പറ്റുന്ന പോയിന്റ്സ് ആണ്. എന്താണ് CSOന്റെ വർക്ക് എന്ന് എഴുതാം, അതിന്റെ ആക്ടിവിറ്റീസ് എന്തൊക്കെയാണെന്ന് എഴുതാം. അതേപോലെ തന്നെ അതിന്റെ ഹെഡ് ആരാണ് അതിന്റെ ഹെഡ് ആയിട്ട് വരുന്നത്, അതേപോലെ തന്നെ എന്തൊക്കെയാണ് അതിന്റെ 5 ഡിവിഷൻസ്, അതിന്റെ ലൊക്കേഷൻസ് എവിടേക്കാണ്, ഇത്രയും കാര്യങ്ങൾ എന്താണ് നമുക്ക് CSOനെ പറ്റിയിട്ട് എഴുതാൻ വേണ്ടി പറ്റും. നെക്സ്റ്റ് നമ്മളുടെ NSSO, അതായത് നാഷണൽ സാമ്പിൾ സർവേ ഓഫീസ്. സോ NSSOനെ പറ്റിയിട്ട് ചെറുതായിട്ടൊന്ന് ബ്രീഫായിട്ടൊന്ന് എഴുതുക. 1950 അത് എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത്. പിന്നെ അതിന്റെ 4 ഡിവിഷൻസ് ആണ് ഇവിടെ തന്നിട്ടുള്ളത്. NSSOയ്ക്ക് 4 ഡിവിഷൻസ് ആണുള്ളത്. ഈ 4 ഡിവിഷൻസ് ആയിട്ട് നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. ഈ 4 ഡിവിഷൻസ് എന്തൊക്കെയാണ് എന്ന് എഴുതാൻ വേണ്ടിയിട്ട് എക്സാമിന് ചോദിക്കാറുണ്ട്. സോ ഏതൊക്കെയാണ്? SDRD, DPD, FOD ആൻഡ് CPD. സോ ഇത്രയാണ് നമ്മളെ NSSOയുടെ 4 ഡിവിഷൻസ് വരുന്നത്. സോ CSO, NSSO ഷോർട്ട് നോട്ട്സ് ചോദിക്കാം. ഇനി നെക്സ്റ്റ്, ഇനി ഇതുപോലെ മാത്സ് ഫോളോയിങ് ആയിട്ട് ചോദിക്കാം. ഈ മാത്സ് ഫോളോയിങ് ചെയ്യണമെങ്കിൽ എന്താ, നമുക്ക് അതിന്റെ തിയറി പാർട്ട് അറിഞ്ഞിരിക്കണം. CSO നമ്മുടെ സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് കോമ്പിനേഷൻ ഓഫ് നാഷണൽ അക്കൗണ്ട്സ്, അതാണ് എന്ത് അതിന്റെ ഒരു ആക്ടിവിറ്റി ആയിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത്. നെക്സ്റ്റ് NSSO നാഷണൽ സാമ്പിൾ സർവേ ഓഫീസിൽ അവരുടെ വർക്ക് എന്താണ്, ടു കണ്ടക്ട് സോഷ്യോ എക്കണോമിക് സർവേസ്, ഇതാണ് എന്ത് NSSOന്റെ ആക്ടിവിറ്റി ഉള്ളത്. ആൻഡ് ഇവിടെ ജേണൽ സംഖ്യ എന്നുള്ള ജേണൽ പബ്ലിഷ് ചെയ്യുന്നത് ആരാണ്, അത് ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട്, ദാറ്റ് ഇസ് ISI ആണ് അത് പബ്ലിഷ് ചെയ്യുന്നത്. ആൻഡ് ലാസ്റ്റ് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ഡിപ്പാർട്ട്മെന്റ്, അത് ആരുടെയാണ്, നമ്മളെ സ്റ്റേറ്റിന്റെ ആണ്. സോ നോഡൽ ഏജൻസി ഓഫ് ദി സ്റ്റേറ്റ് ആണ് നമുക്ക് ആൻസർ വരിക. ഇനി നെക്സ്റ്റ്, റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ എനി വൺ അപ്ലൈഡ് ഏരിയ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ്. നമ്മൾ 3 ആപ്ലിക്കേഷൻസ് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇമ്പോർട്ടൻസും ആപ്ലിക്കേഷൻസും മാറിപ്പോയത്. ആപ്ലിക്കേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എഴുതേണ്ടത് ആക്ച്വറൽ സയൻസ്, ബയോ സ്റ്റാറ്റിസ്റ്റിക്സ്, പിന്നെ എന്താണ് അഗ്രികൾച്ചറൽ സ്റ്റാറ്റിസ്റ്റിക്സ്. ഇങ്ങനെ 3 ആപ്ലിക്കേഷൻസ് ആണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അതിൽ ഏതെങ്കിലും ഒരെണ്ണം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഏതൊക്കെയാണ് 3 എണ്ണം പറഞ്ഞിട്ടുണ്ടായിരുന്നത്? ആക്ച്വറൽ സയൻസ്, റിസ്ക് അനാലിസിസ്, ഇൻഷുറൻസ് സെക്ടറിലൊക്കെയാണ് എന്ത് ആക്ച്വറൽ സയൻസ് വരുന്നത്. അത് ആ ഡ്യൂട്ടി ചെയ്യുന്ന ആൾക്കാരെ നമ്മൾ ആക്ച്വറീസ് എന്നാണ് വിളിക്കുക. അവർക്ക് എന്താണ് ഒരു സെറ്റ് ഓഫ് എക്സാമിനേഷൻസ് ഉണ്ടാവും ഈ ഒരു പോസ്റ്റിലേക്ക് അവരെത്താൻ വേണ്ടിയിട്ട്. നെക്സ്റ്റ് വരുന്നതാണ് നമ്മളുടെ ബയോ സ്റ്റാറ്റിസ്റ്റിക്സ്. സോ എന്താണ് ബയോ സ്റ്റാറ്റിസ്റ്റിക്സ്? നമ്മൾ ബയോളജിക്കൽ ഫീൽഡിൽ ഒരു എക്സ്പെരിമെന്റ് ഒക്കെ ഡിസൈൻ ചെയ്യാനും അതിന്റെ ഡാറ്റ കളക്ഷനും കാര്യത്തിനൊക്കെ വേണ്ടിയാണ് എന്ത് നമ്മൾ ബയോ സ്റ്റാറ്റിസ്റ്റിക്സ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെ അതിന് മെയിൻ ഇമ്പോർട്ടന്റ് ബ്രാഞ്ചസ് ഉണ്ട്. മെഡിക്കൽ ബയോ സ്റ്റാറ്റിസ്റ്റിക്സ്, ദാറ്റ് ഇസ് മെഡിസിൻ ആൻഡ് ഹെൽത്ത് വരുന്നതാണ്. പിന്നെന്താണ് അതിന് ബയോമെട്രി അല്ലെങ്കിൽ ബയോമെട്രിക്സ് എന്നൊക്കെ നമ്മൾ വിളിക്കാറുണ്ട്. സോ ഇതാണ് ബയോ സ്റ്റാറ്റിസ്റ്റിക്സിൽ വരുന്നത്. തേർഡ് വൺ വരുന്നത് എന്താണ്, ദാറ്റ് ഇസ് അഗ്രികൾച്ചറൽ സ്റ്റാറ്റിസ്റ്റിക്സ്. എന്താണ് അഗ്രികൾച്ചറിൽ വരാൻ പോകുന്നത്? നമ്മളെ വേരിയസ് കൃഷി റിലേറ്റഡ് ആയിട്ടുള്ള സംഭവങ്ങളിൽ പുതിയൊരു ക്രോപ്പ് പ്രൊഡക്ഷൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഫ്രൂട്ട് ഗ്രോയിങ് ആയിക്കോട്ടെ, ആ മേഖലകളിൽ എങ്ങനെയാണ് നമുക്ക് നല്ലൊരു റിസൾട്ടിലേക്ക് എത്തിക്കാൻ പറ്റുക, ഇതാണ് നമ്മൾ അഗ്രികൾച്ചറൽ ഫീൽഡിൽ സ്റ്റാറ്റിസ്റ്റിക്സ് നമ്മൾ യൂസ് ചെയ്യുക. സോ ഇനി നെക്സ്റ്റ് വരുന്നത്, നെയിം ദി ജേർണൽ പബ്ലിഷ് ബൈ ISI. ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് പബ്ലിഷ് ചെയ്യുന്ന ജേർണലിന്റെ പേരെന്താണ്? അതാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാലോ, ഈസി അല്ലേ, ദാറ്റ് ഈസ് സംഖ്യ. സംഖ്യ എന്നാണ് നമ്മളുടെ ജേർണലിന്റെ പേര്.
Next, yes, 4 divisions of NSSO, നാഷണൽ സാമ്പിൾ സർവേ ഓഫീസിന്റെ 4 ഡിവിഷൻസിനെ പറ്റിയാണ് ചോദിച്ചിട്ടുള്ളത്. അറിയാലോ ഏതൊക്കെയാണ്? SDRD, that is സർവേ ഡിസൈൻ ആൻഡ് റിസർച്ച് ഡിവിഷൻ, DPD, that is ഡാറ്റ പ്രോസസിംഗ് ഡിവിഷൻ, FOD, that is ഫീൽഡ് ഓപ്പറേഷൻ ഡിവിഷൻ, പിന്നെ എന്താണ് CPD, കോർഡിനേഷൻ ആൻഡ് പബ്ലിക്കേഷൻ ഡിവിഷൻ. ഇങ്ങനെ എന്താണ് 4 ഡിവിഷൻസ് ആണ് എന്ത് നമ്മളുടെ NSSOക്ക് ഉള്ളത്. ഇനി നെക്സ്റ്റ്, റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ ISI, ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ പറ്റിയിട്ട് ഒരു ഷോർട്ട് നോട്ട് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അതിന്റെ ഫൗണ്ടർ ആരാണ്? അത് PC മഹാലനോബിസ് ആണ്. ഫൗണ്ട് ചെയ്തിരിക്കുന്ന ഫസ്റ്റ് 1931 കൊൽക്കട്ടയിലാണ് ഫസ്റ്റ് ആയിട്ട് ISI നിലവിൽ വരുന്നത്. പിന്നെ ഫാദർ ഓഫ് ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് ആര്? നമ്മളുടെ PC മഹാലനോബിസ് എന്ന് പറയുന്നത്. ISIയിൽ ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സംഭവമാണ്. അത് പബ്ലിഷ് ചെയ്യുന്ന ജേണൽ സംഖ്യ എന്നാണ് ജേണലിന്റെ പേര്. പിന്നെ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഡേ അത് സെലിബ്രേറ്റ് ചെയ്യുന്നത് June 29 പിന്നെ എന്തൊക്കെയാണ് അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് പോയിന്റ്സ്? ISI എന്ത് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്? അത് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ റിസർച്ച് കാര്യങ്ങൾക്കും ടീച്ചിങ്ങിനും എല്ലാത്തിനും ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്നത്. പിന്നെ എന്താണ് June 29 നമ്മൾ എങ്ങനെയാണ് സ്റ്റാറ്റിസ്റ്റിക് ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത്? സെമിനാർസും അതേപോലെ തന്നെ അവയർനെസ് ക്ലാസ്സസും ഇതെല്ലാം വെച്ചിട്ടാണ് June 29 ISI സെലിബ്രേറ്റ് ചെയ്യുക. സോ ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇനി നമ്മൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്ന കളക്ഷൻ ഓഫ് ഡാറ്റ എന്നുള്ള നമ്മുടെ സെക്കൻഡ് ചാപ്റ്റർ എന്നാണ്. ആ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാൻ പോകുന്ന തിയറി ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണ് എന്നാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. സോ അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ് എനി 2 ഡിഫറൻസസ് ബിറ്റ്വീൻ പ്രൈമറി ഡാറ്റ ആൻഡ് സെക്കൻഡറി ഡാറ്റ. പിന്നെ റൈറ്റ് ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ പ്രൈമറി ഡാറ്റ ആൻഡ് സെക്കൻഡറി ഡാറ്റ, റൈറ്റ് ഇനി 4 പോയിന്റ്സ്. ഇങ്ങനെ എന്താണ് പല രീതിയിൽ തിരിച്ചും മറിച്ചും ഒക്കെ നമുക്ക് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് എന്ത്? പ്രൈമറി ഡാറ്റയും സെക്കൻഡറി ഡാറ്റയും തമ്മിൽ ഡിഫറൻസസ് പറയാൻ വേണ്ടിയിട്ട്. സോ ഈ ടേബിൾ ഒന്ന് നോക്കി വെച്ചാൽ മക്കളെ, ഇത് അങ്ങ് എഴുതി വെച്ച് കഴിഞ്ഞാൽ സെറ്റ് ആണ്. അടിപൊളിയായിട്ട് നമുക്ക് എന്താ എക്സാമിൽ ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. സോ പ്രൈമറി ഡാറ്റ എന്താണ്? അത് ഒറിജിനൽ നേച്ചർ ആണ് അല്ലെ, അത് ഡയറക്റ്റ് ആയിട്ട് നമ്മൾ പോയി കളക്ട് ചെയ്യുന്നതാണ്. ഒരാൾ നേരിട്ട് പോകുന്നു, കളക്ട് ചെയ്യുന്നു. പിന്നെ സെക്കൻഡറി ഡാറ്റ എന്താണ്? ഇറ്റ് ഈസ് നോട്ട് ഒറിജിനൽ നേച്ചർ. പിന്നെ പ്രൈമറി ഡാറ്റയിൽ എന്താണ്? ഒരുപാട് സമയം വേണം, പൈസ വേണം. സെക്കൻഡറി ഡാറ്റയിലാണെങ്കിൽ എന്താണ്? അത്രയ്ക്ക് സമയം വേണ്ട, അത്രയും പൈസ ചെലവുമില്ല. സോ ഇങ്ങനെ എന്താണ് കുറച്ച് പോയിന്റ്സ് നമ്മൾ നോട്ട് ഡൗൺ ചെയ്തിട്ടുണ്ട്. ഇതിൽ ഏതെങ്കിലും 2 പോയിന്റ്സ് എഴുതാനാണ് ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്. സെക്കൻഡ് ക്വസ്റ്റ്യനിൽ അത് നമ്മുടെ ഡിഫറൻസസ് എഴുതാനാണ് 4 പോയിന്റ്സ് ആണ് അവിടെ ചോദിച്ചിട്ടുള്ളത്. സോ ഈ ഒരു ടേബിൾ നിങ്ങൾ എന്തായാലും പഠിച്ചിരിക്കണം. ഇനി നെക്സ്റ്റ്, റൈറ്റ് എനി സോഴ്സസ് ഓഫ് സെക്കൻഡറി ഡാറ്റ. സെക്കൻഡറി ഡാറ്റയുടെ ഏതെങ്കിലും 4 സോഴ്സസ് ആണ് ചോദിച്ചിട്ടുള്ളത്. സോ എന്തൊക്കെയാണ്? ഗവൺമെന്റ് പബ്ലിക്കേഷൻ, ഓഫീസ് റെക്കോർഡ്സ് ആൻഡ് പഞ്ചായത്ത് റെക്കോർഡ്സ്, പിന്നെ മുനിസിപ്പാലിറ്റിയിലുള്ള റെക്കോർഡ്സ്, സ്കൂൾ റെക്കോർഡ്സ്, സർവേ റിപ്പോർട്ട്സ്, പിന്നെ എന്താണ് വെബ്സൈറ്റിലുള്ള നമ്മളുടെ പബ്ലിക്കേഷൻസ്, കാര്യങ്ങൾ. ഇതെല്ലാം എന്താണ്? ഇതെല്ലാം സെക്കൻഡറി ഡാറ്റയുടെ എക്സാമ്പിൾസ് ആണ്. സോ അത് നിങ്ങൾ നോക്കുക. ഇനി നെക്സ്റ്റ്, ഇനി ക്വസ്റ്റ്യനെയറും ഷെഡ്യൂളും തമ്മിലുള്ള ഡിഫറൻസ് നമ്മൾ പറഞ്ഞു ചോദിച്ചിട്ടുണ്ട്. ക്വസ്റ്റ്യനെയർ ഷെഡ്യൂളും അതിന് ഡിഫറൻസ് അത് അങ്ങനെ തന്നെ ചോദിച്ചിട്ടുണ്ട്. പിന്നെ ചോദിച്ചിട്ടുള്ളത്, വി നോ ദാറ്റ് ക്വസ്റ്റ്യനെയർസ് ആൻഡ് ഷെഡ്യൂൾസ് ആർ യൂസ് ഫോർ കളക്ഷൻ ഓഫ് പ്രൈമറി ഡാറ്റ. സോ പ്രൈമറി ഡാറ്റ കളക്ഷൻ നമ്മൾ എന്താ ക്വസ്റ്റ്യനെയർ ഷെഡ്യൂൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അവര് തമ്മിലുള്ള എന്തൊക്കെയാണ് ആ മെത്തേഡ്സിലുള്ള വ്യത്യാസം? സോ കമ്പാരിസൺ ആണ് ചോദിക്കുന്നത്. അപ്പൊ ക്വസ്റ്റ്യനെയർ എന്താണ്? അത് പോസ്റ്റ് വഴി അയച്ചു കൊടുക്കുന്നു. ഷെഡ്യൂൾ അങ്ങനെയല്ല, എന്യൂമറേറ്റേഴ്സ് എന്താ നേരിട്ട് പോയിട്ട് കളക്ട് ചെയ്യുന്നു. ഇങ്ങനെ എന്താണ് അതായിട്ട് റിലേറ്റ് ചെയ്തിട്ട് കുറച്ച് പോയിന്റ്സ് നമ്മൾ പഠിക്കുന്നുണ്ട്. ആ പോയിന്റ്സ് എഴുതി വെച്ചാൽ മതി, അതിന് നമുക്ക് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി നെക്സ്റ്റ്, വാട്ട് ഈസ് ഫോക്കസ് ഗ്രൂപ്പ് ഡിസ്കഷൻ? സ്ഥിരമായിട്ട് എക്സാമിന് റിപ്പീറ്റഡ്ലി നിങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ കാണാൻ വേണ്ടി പറ്റും. സോ എന്താണ് ഒരു ഫോക്കസ് ഗ്രൂപ്പ് ഡിസ്കഷൻ? അതിന്റെ പോയിന്റ്സ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതെന്താണ്? ചെറിയൊരു ഗ്രൂപ്പ് ഡിസ്കഷൻ ലെഡ് ബൈ എ ട്രെയിൻഡ് ലീഡർ. സോ ട്രെയിൻഡ് ലീഡർ ആണ് എന്ത് ആ ഒരു ഡിസ്കഷൻ കണ്ടക്ട് ചെയ്യുന്നത്. അതിൽ നിന്ന് എന്താണ് കൂടുതൽ ഇൻഫർമേഷൻ, നമ്മൾ വിചാരിച്ചൊരു കാര്യത്തിനെ പറ്റുന്ന കൂടുതൽ ഇൻഫർമേഷൻസ് എന്താണ് നമുക്ക് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. സോ ഇത്തരം കാര്യങ്ങളാണ് ഫോക്കസ് ഗ്രൂപ്പ് ഡിസ്കഷനെ പറ്റിയുള്ളത്. അതിനൊരു എക്സാമ്പിളും കൂടെ എഴുതി കഴിഞ്ഞാൽ ഫുൾ അടിപൊളിയാണ്. ഇനി നെക്സ്റ്റ്, അടുത്തൊരു മാച്ച് ദ ഫോളോയിങ്. ഈ മാച്ച് ദ ഫോളോയിങ് ഒക്കെ അറിയണമെങ്കിൽ എന്താണ് നമുക്ക് അതിന്റെ 2 എക്സാമ്പിൾസോ ആ തിയറി എന്താണ് എന്ന് നമുക്ക് അറിഞ്ഞിരിക്കണം. സോ നമ്പർ ഓഫ് വെഹിക്കിൾസ് ഇൻ എ സ്കൂൾ, അതെങ്ങനെയാണ്? 5 വെഹിക്കിൾ ഉണ്ട് അല്ലെങ്കിൽ 10 വണ്ടി ഉണ്ട് ആ സ്കൂളിൽ എന്ന് നമുക്ക് പറയാം. സോ അത് എന്തിന്റെ എക്സാമ്പിൾ ആയിരിക്കും? അത് ഡിസ്ക്രീറ്റ് വേരിയബിളിന്റെ എക്സാമ്പിൾ ആണ്. ഈ നെക്സ്റ്റ്, ഡാറ്റ കളക്റ്റഡ് ഡയറക്ട്ലി, നേരിട്ട് നമ്മൾ പോയി ഡാറ്റ കളക്ട് ചെയ്യുന്നു. അത് എന്ത് മെത്തേഡാണ്? അതുവഴി നമുക്ക് കിട്ടുന്നത് എന്താണ്? പ്രൈമറി ഡാറ്റ ആണ് കിട്ടുന്നത്. നെക്സ്റ്റ്, ഒഫീഷ്യൽ റെക്കോർഡ്സ് ഇൻ പഞ്ചായത്ത്. മക്കളെ ഉറപ്പിച്ചു വെച്ചോ, റെക്കോർഡ്സ്
റിപ്പോർട്ട്സ്, പബ്ലിക്കേഷൻ. റെക്കോർഡ്, റിപ്പോർട്ട്, പബ്ലിക്കേഷൻ. ഇങ്ങനെ എന്തെങ്കിലും നിങ്ങൾ കാണുകയാണെങ്കിൽ അത് ഉറപ്പിച്ചോ, അത് നമ്മളുടെ സെക്കൻഡറി ഡാറ്റയുടെ എക്സാമ്പിൾ ആണ്. സോ ഇതെന്താണ്? അത് സെക്കൻഡറി ഡാറ്റയുടെ എക്സാമ്പിൾ ആണ്. ഇനി ലാസ്റ്റ് ആണ് ആൻസേഴ്സ് ആർ ഫിൽഡ് ബൈ ദി എന്യൂമറേറ്റേഴ്സ്. എന്യൂമറേറ്റേഴ്സ് എപ്പോഴാണ് ആൻസേഴ്സ് ഫില്ല് ചെയ്യുക? അത് നമ്മളുടെ ഷെഡ്യൂളിന്റെ കേസിലാണ്. സോ ഇനി കണ്ടിന്യൂസ് വേരിയബിൾ അതിവിടെ ഇല്ല, നമുക്ക് ഇനി മാച്ച് ചെയ്യാനൊന്നുമില്ല. ഇനി ഇതിന് പകരം വല്ല ലെങ്തോ ഹൈറ്റോ അങ്ങനെ വല്ല ഇന്റർവൽ ആയിട്ട് തരികയാണെങ്കിൽ അതെന്തായിരിക്കും? അതൊരു കണ്ടിന്യൂസ് വേരിയബിൾ ആയിരിക്കും. ഇനി നെക്സ്റ്റ്, നെയിം എനി 4 മെത്തേഡ്സ് ഓഫ് കളക്ടിങ് പ്രൈമറി ഡാറ്റ. പ്രൈമറി ഡാറ്റ കളക്ഷന്റെ ഏതെങ്കിലും ഒരു 4 മെത്തേഡാണ് ചോദിച്ചിരിക്കുന്നത്. എന്തൊക്കെയാണ്? ഡയറക്റ്റ് പേഴ്സണൽ ഇന്റർവ്യൂ, നേരിട്ട് ഫേസ് ടു ഫേസ് നമ്മൾ ഇന്റർവ്യൂ നടത്തുന്നത്. ഇൻഡയറക്റ്റ് ഓറൽ ഇൻവെസ്റ്റിഗേഷൻ, ഡയറക്റ്റ് ഒബ്സർവേഷൻ, ടെലിഫോൺ ഇന്റർവ്യൂ, മെയിൽഡ് ക്വസ്റ്റ്യനെയർ ആൻഡ് ഷെഡ്യൂൾ. ഇത്രയാണ് എന്ത് നമ്മളുടെ പ്രൈമറി ഡാറ്റ കളക്ഷന്റെ മെത്തേഡ്സ് ആയിട്ട് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ടുള്ള സംഭവം നമ്മളെ ക്ലാസ്സസ് റെഫർ ചെയ്താൽ മതി. ഇനി നെക്സ്റ്റ് തേർഡ് ചാപ്റ്റർ, നമ്മളെ ക്ലാസിഫിക്കേഷൻ ആൻഡ് ടാബുലേഷൻ എന്നുള്ള ചാപ്റ്ററിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് വരാൻ പോകുന്നത് എന്തൊക്കെയാണ്? ഒന്ന് നമുക്ക് എന്താ ടേബിൾ കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടി ഉണ്ടായിരിക്കും. കുറച്ച് ഡാറ്റ വന്നിട്ട് ടേബിൾ കൺസ്ട്രക്ട് ചെയ്യാൻ. ഇനി തിയറി വൈസ് നോക്കുകയാണെങ്കിലോ ടൈപ്സ് ഓഫ് ക്ലാസിഫിക്കേഷൻ, അത് ഉറപ്പാണ് എക്സാമിന് എന്തായാലും നിങ്ങൾക്ക് ഉണ്ടാകാൻ പോകുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ക്ലാസിഫിക്കേഷൻ 4 ടൈപ്സ് ആണുള്ളത്: ക്വാളിറ്റേറ്റീവ്, ക്വാണ്ടിറ്റേറ്റീവ്, ക്രോണോളജിക്കൽ ആൻഡ് ജിയോഗ്രഫിക്കൽ ക്ലാസിഫിക്കേഷൻ. ഇനി നെക്സ്റ്റ് നമ്മളെ ഫോർത്ത് ചാപ്റ്ററിൽ ഡയഗ്രാംസിനെയും ഗ്രാഫ്സിനെ പറ്റിയിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. അതിലെന്താണ് ഓരോ ഗ്രാഫും ഡയഗ്രാം എങ്ങനെയാണ് വരയ്ക്കേണ്ടത് എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. സോ തിയറി വൈസ് വരികയാണെങ്കിൽ ഡ്രോ റഫ് ഡയഗ്രാംസ് ഷോയിങ് സിമ്പിൾ ആൻഡ് മൾട്ടിപ്പിൾ ബാർ ഡയഗ്രാംസ്. നമ്മളടുത്ത് എന്താണ് റഫ് ഡയഗ്രാം ആണ് വരയ്ക്കാൻ ചോദിച്ചിട്ടുള്ളത്. സിമ്പിൾ ബാർ ഡയഗ്രാം അറിയാലേ, അത് ഇങ്ങനെയാണ് ഉണ്ടാവുക. സെപ്പറേറ്റ് ചെയ്ത് റെക്ടാങ്കിൾസ് ആയിരിക്കും എന്ത് നമ്മളെ സിമ്പിൾ ബാർ ഡയഗ്രാം എന്ന് പറയുന്നത്. മൾട്ടിപ്പിൾ ബാർ ഡയഗ്രാംസ് ആണെങ്കിലോ അവിടെ എന്താണ് ഒരേ വേരിയബിൾ നമുക്ക് എന്താ 2 ഡിവിഷൻസ് വരുന്നുണ്ട്. അതാണ് മൾട്ടിപ്പിൾ ബാർ ഡയഗ്രാം എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് എക്സ്പ്ലെയിൻ ദി ഇമ്പോർട്ടൻസ് ഓഫ് ഡയഗ്രാംസ് ആൻഡ് ഗ്രാഫ്സ്. ഡയഗ്രാംസിന്റെയും ഗ്രാഫ്സിനും ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ്? അത് നമ്മള് വിനയ് ഫോർട്ടൊക്കെ പറയുന്ന മാതിരി സിമ്പിൾ ആണ്, പവർഫുൾ ആണ്. സോ അതന്നെയാണ് ഇവിടെ നമുക്ക് വരുന്നത്. ഇറ്റ് ഗിവ്സ് ക്ലിയർ പിക്ചർ ഓഫ് ദി ഡാറ്റ. വളരെ സിമ്പിൾ ആയിട്ട് ആ ഡാറ്റനെ പറ്റിയിട്ട് എന്താ കൃത്യമായിട്ടൊരു ഐഡിയ എന്താണ് നമുക്ക് കിട്ടുന്നുണ്ട്. ഇറ്റ് ഈസ് മോർ അട്രാക്റ്റീവ് ആൻഡ് ഇംപ്രസീവ്. കാണാൻ എന്താണ് ഭയങ്കര അട്രാക്റ്റീവ് ആണ്. കാര്യമായിട്ട് എന്താണ് ആ ഡാറ്റയെ പറ്റി നല്ല രീതിക്ക് എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. We can make comparison between different samples easily. വേറെ സാമ്പിൾസ് വേറെ എന്താണ് ഡാറ്റകൾ തമ്മിൽ എന്താണ് നമുക്ക് കമ്പയർ ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ ഈ ടെക്നിക്ക് എന്താണ് നമുക്ക് അത് എവിടെ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇത് യൂണിവേഴ്സൽ ആണ്. കാരണം എന്താണ് ഒരേ മെത്തേഡാണ് എവിടെ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. ഇനി നെക്സ്റ്റ് നെയിം എനി 4 ഡയഗ്രാംസ് യൂസ് ഇൻ സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ്. ഏതൊക്കെയാണ്? ഏതെങ്കിലും ഒരു 4 ഡയഗ്രാംസിനെ പറ്റി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്തൊക്കെയാണ്? സിമ്പിൾ ബാർ ഡയഗ്രാം, മൾട്ടിപ്പിൾ ബാർ ഡയഗ്രാം, സബ് ഡിവൈഡഡ് ബാർ ഡയഗ്രാം, അതിന് മറ്റൊരു പേരുണ്ട് കമ്പണന്റ് ബാർ ഡയഗ്രാം, പിന്നെ എന്താണ് പെർസെന്റേജ് ബാർ ഡയഗ്രാം ആൻഡ് പൈ ഡയഗ്രാം. ഇതിൽ ഏതെങ്കിലും എന്താണ് 4 ഡയഗ്രാംസിനെ പറ്റി എന്ന് വെച്ചാൽ ഏതെങ്കിലും 4 ഡയഗ്രാംസിന്റെ പേരാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഇതിൽ ഏതെങ്കിലും ഒരു 4 നിങ്ങൾ എഴുതാൻ വേണ്ടി മതി. ഇനി നെക്സ്റ്റ് റൈറ്റ് എനി 2 ഡിഫറൻസസ് ബിറ്റ്വീൻ ബാർ ഡയഗ്രാം ആൻഡ് ഹിസ്റ്റോഗ്രാം. അത് ആ ഫിഗർ ഒന്ന് ആലോചിച്ചാൽ മതി. ബാർ ഡയഗ്രാം, ഓക്കെ, ബാർ ഡയഗ്രാം എങ്ങനെയാണ്? ബാർ ഡയഗ്രാം ഉള്ളത് ഇതുപോലെ ബാർസ് ആയിട്ടാണ്. അത് ഡിഫറെന്റ് റെക്ടാങ്കിൾസ്, സെപ്പറേറ്റഡ് ആയിട്ടുള്ള റെക്ടാങ്കിൾസ് ആണുള്ളത് നമ്മളെ ബാർ ഡയഗ്രാം. അല്ലെങ്കിൽ എങ്ങനെയാണ്? അത് പൈ ഡയഗ്രാം ആയിട്ടായിരിക്കും. അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ബാർ ഡയഗ്രാം ഉണ്ട്. സോ ഇവരിലൊക്കെ എന്താണ് യൂസ് ചെയ്യുന്നത്? കോമൺലി ഇതെന്താണ് ബാർസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഈച്ച് റെക്ടാങ്കിൾ ഇസ് നോൺ ആസ് എ ബാർ. ഇതെന്താണ് സെപ്പറേറ്റഡ് റെക്ടാങ്കിൾസ് ആണ്. നോട്ട് ബേസ്ഡ് ഓൺ കോർഡിനേറ്റ് സിസ്റ്റം ദാറ്റ് ഈസ് XY എന്നുള്ള സിസ്റ്റം അല്ല എന്ത് ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെന്താണ് ഇത് കൂടുതൽ അട്രാക്റ്റീവ് ആണ് കാണാൻ. പല കളറൊക്കെ കൊടുത്ത് നമുക്ക് ഇത് എന്താണ് അട്രാക്റ്റീവ് ആക്കാൻ വേണ്ടി പറ്റും. ഇനി നെക്സ്റ്റ് നമ്മൾ ഹിസ്റ്റോഗ്രാമിലേക്ക് വരുമ്പോൾ എന്താണ് നമ്മളുടെ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ എന്താണ് കാണിക്കാൻ വേണ്ടി നമുക്ക് ഹിസ്റ്റോഗ്രാം വരയ്ക്കാൻ വേണ്ടി പറ്റും. അവിടെ മറ്റൊരു ചോദ്യം കൂടെ വന്നു. ഹിസ്റ്റോഗ്രാം യൂസ് ചെയ്ത് നമുക്ക് കാണാൻ പറ്റുന്ന സെൻട്രൽ ടെൻഡൻസി ഏതാണ്? മോഡ് നമുക്ക് ഹിസ്റ്റോഗ്രാം വെച്ച് കാണാൻ വേണ്ടി പറ്റും. പിന്നെന്താണ്? ഇറ്റ് ഇസ് സെറ്റ് ഓഫ് വെർട്ടിക്കൽ ബാർസ് ഹൂസ് ഹൈറ്റ്സ് ആർ പ്രൊപ്പോർഷണൽ ടു ഫ്രീക്വൻസീസ് റെപ്രസെന്റഡ്. പിന്നെ വേരിയബിൾസ് നമ്മളുടെ X ആക്സിസിലാണ് എന്ത് വേരിയബിൾസ് ഉണ്ടായിരിക്കുക, Y ആക്സിസിലാണ് എന്ത് നമ്മളുടെ ഫ്രീക്വൻസീസ് ഉണ്ടായിരിക്കുക.
പിന്നെന്താണ് കോർഡിനേറ്റ് സിസ്റ്റം വെച്ചിട്ടാണ് അത് ചെയ്യുന്നത്. അത് കുറച്ച് ലെസ് അട്രാക്റ്റീവ് ആണ്. കാരണം എന്താണ്, ഇവിടെ എന്താണ് ഭയങ്കര കളർഫുൾ ആയി ഭയങ്കര വേരിയേഷൻ നമുക്ക് കാണിക്കാൻ വേണ്ടി പറ്റും. ആരെ, നമ്മുടെ ഡയഗ്രാംസിനെ. അതേപോലെ നമുക്ക് ഗ്രാഫിനെ കാണിക്കാൻ വേണ്ടി പറ്റില്ല. നെക്സ്റ്റ് നമ്മളെ 5th ചാപ്റ്ററിലെ സെൻട്രൽ ടെൻഡൻസി, അതിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. സോ അതിൽ വരുന്ന തിയറീസ് എന്തൊക്കെയാണ്? നമ്മളോട് ചോദിക്കാം, വിച്ച് ടൈപ്പ് ഓഫ് ആവറേജ് ഇസ് മോസ്റ്റ് സ്യൂട്ടബിൾ ഫോർ ദി ഫോളോയിങ് സിറ്റുവേഷൻ. ഒരു 4 സിറ്റുവേഷൻ തന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള നമ്മളെ മെഷർ ആണ് അവർ ചോദിച്ചിരിക്കുന്നത്. ഏത് ടൈപ്പ് ആവറേജ് ആണ് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുക എന്നുള്ളത്. ഫസ്റ്റ് വൺ, ടു ഫൈൻഡ് ദി ആവറേജ് പെർഫോമർ ഇൻ ലൈവ് മ്യൂസിക് കോമ്പറ്റീഷൻ. അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് മീഡിയൻ ആണ്. നെക്സ്റ്റ്, ടു ഫൈൻഡ് ദി ആവറേജ് സൈസ് ഓഫ് ഫുട്വെയർ. മക്കളെ, ഫുട്വെയറിന്റെ സൈസ്, നമ്മളെ ചെരുപ്പിന്റെ സൈസ്, അങ്ങനെ ഫാഷനബിൾ ആവറേജ്, ബിസിനസ് ആവറേജ് ഒക്കെ ചോദിക്കുകയാണെങ്കിൽ ആരാണത്? അത് വരുന്നത് മോഡാണ്. ദാറ്റ് ഈസ് മോഡ്. ഇനി നെക്സ്റ്റ്, ടു ഫൈൻഡ് ആവറേജ് സ്പീഡ് ഓഫ് ദി മെട്രോ ട്രെയിൻ ഫ്രം ആൽവേ ടു മഹാരാജാസ് കോളേജ് ജംഗ്ഷൻ ആൻഡ് റിട്ടേൺ. സോ ഇവിടെ എന്താണ്, ആവറേജ് സ്പീഡാണ് ചോദിച്ചിരിക്കുന്നത്. ആവറേജ് സ്പീഡ് ചോദിച്ചാൽ എഴുതി വെച്ചോ, അത് എന്താണ്? അത് ഹാർമോണിക് മീൻ ആണ് ചോദിക്കുന്നത്. എന്താണ്? ഹാർമോണിക് മീൻ ആണ്. ഇനി നെക്സ്റ്റ് ഇവിടെ, ടു ഫൈൻഡ് ദി ആവറേജ് പെർസെന്റേജ് ഇൻക്രീസ് ഓഫ് പോപ്പുലേഷൻ. ആവറേജ് പെർസെന്റേജ് ഇൻക്രീസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അതെന്താണ്? അവിടെ നമുക്ക് ജോമെട്രിക് മീൻ ആണ് വരുന്നത്. അവിടെ വരുന്ന ആരാണ്? അത് വരുന്നത് എന്താണ്? ജോമെട്രിക് മീൻ ആയിരിക്കും. ഇനി നെക്സ്റ്റ്, റൈറ്റ് എനി 4 ഡിസൈറബിൾ പ്രോപ്പർട്ടീസ് ഓഫ് ഗുഡ് ആവറേജ്. ഒരു ആവറേജ് ഗുഡ് ആവറേജ് ആണ് എന്ന് എപ്പോഴാണ് നമ്മൾ പറയാ? അതാണ് ചോദിച്ചിരിക്കുന്നത്. സിമ്പിൾ ആൻഡ് റിജിഡ് ഡെഫിനേഷൻ. സിമ്പിൾ ആയിരിക്കണം. എന്താണ്? കൃത്യമായിട്ട് ഒരു ഫ്ലെക്സിബിൾ അല്ലാത്ത കറക്റ്റ് ആയിട്ടുള്ള ഒരു ഡെഫിനേഷൻ അതിന് ഉണ്ടായിരിക്കണം. പിന്നെ അതെന്താണ്? അണ്ടർസ്റ്റാൻഡ്, അത് മനസ്സിലാക്കാനും കാൽക്കുലേറ്റ് ചെയ്യാനും ഈസി ആയിരിക്കണം. ലീസ് എഫക്റ്റഡ് ബൈ എക്സ്ട്രീം വാല്യൂസ്. എല്ലാ ഒബ്സർവേഷൻസ് എന്താണ് അവര് ഇൻക്ലൂഡ് ചെയ്യണം. പിന്നെന്താണ്? ഫ്ലക്ച്വേഷൻസ് എക്സ്ട്രീം വാല്യൂസിന്റെ മാത്രമല്ല, നമ്മളെ സാമ്പിളിങ്ങിന്റെ കേസിൽ എന്താണ് അധികം ഫ്ലക്ച്വേഷൻസ് ഉണ്ടാവാൻ വേണ്ടി പാടില്ല. കേപ്പബിൾ ഓഫ് ദ മാത്തമാറ്റിക്കൽ ട്രീറ്റ്മെന്റ്. കൂടുതൽ മാത്തമാറ്റിക്കൽ അനാലിസിന് എന്താണ് നമുക്ക് ഈ വാല്യൂസ് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റണം. ഇത്രയാണ് എന്തോ ഒരു ഗുഡ് എസ്റ്റിമേറ്റർ ആവാൻ വേണ്ടി, ഒരു ഗുഡ് ആവറേജ് ആവാൻ വേണ്ടിയിട്ട് വേണ്ട പ്രോപ്പർട്ടീസ്. നെക്സ്റ്റ് നമ്മൾ 6th ചാപ്റ്റർ ഡിസ്പേർഷൻ എന്നുള്ള ചാപ്റ്ററിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് എന്തൊക്കെയായിരിക്കാം? സ്റ്റേറ്റ് വെദർ ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ ട്രൂ ഓർ ഫോൾസ്. ഇവിടെ എന്താണ്? തിയറി പോർഷൻ നമുക്ക് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ദി വാല്യൂ ഓഫ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഇസ് ഓൾവേസ് പോസിറ്റീവ്. അത് ഫോൾസ് ആണ്. എന്തുകൊണ്ടാണ് ഫോൾസ്? നമുക്ക് അങ്ങനെ പോസിറ്റീവ് എന്ന് പറയാൻ വേണ്ടി പറ്റില്ല. ഇവിടെ എന്താണ്? ഇവിടെ 0 കൂടെ ഉണ്ടായിരിക്കും. പോസിറ്റീവ് വാല്യൂസും പിന്നെ എന്താണ്? 0 കൂടെ ഉണ്ടായിരിക്കും. 0നെ നമ്മൾ പോസിറ്റീവ് ആണ് നെഗറ്റീവ് ആണ് നമ്മൾ പറയാറില്ല. അപ്പൊ സ്റ്റാൻഡേർഡ് ഡീവിയേഷന്റെ വാല്യൂസ് നമുക്ക് എന്താ പറയാൻ വേണ്ടി പറ്റും? അത് നോൺ നെഗറ്റീവ് ആണ്. ആയിരിക്കും. ദാറ്റ് ഈസ് ഇറ്റ് ഈസ് നോൺ നെഗറ്റീവ്. അതായത് 0 ഉണ്ട്, പിന്നെ എന്താണ്? പോസിറ്റീവ് നമ്പേഴ്സ് ഉണ്ടാവും. അതൊരിക്കലും നെഗറ്റീവ് ആയി പോകില്ല. ഇനി നെക്സ്റ്റ്, ഇഫ് 2 വേരിയബിൾസ് ആർ അൺകോറിലേറ്റഡ് ദെൻ കോവേരിയൻസ് ബിറ്റ്വീൻ ദം ഇസ് 0. ട്രൂ അല്ലേ? ഇവര് തമ്മിൽ എന്താണ്? കോവേരിയൻസ് ഇല്ലെങ്കിൽ എന്താണ്? അവര് തമ്മിലുള്ള ഒരു കോറിലേഷൻ, അവര് തമ്മിലൊരു ബന്ധം ഇല്ലെങ്കിൽ അവർ തമ്മിൽ കോവേരിയൻസ് എന്താണ്? 0 ആയിരിക്കും. ഇൻ നെക്സ്റ്റ്, ഇഫ് ഈച്ച് ഒബ്സർവേഷൻ ഇസ് ആഡഡ് ബൈ എ കോൺസ്റ്റന്റ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ റിമെയിൻസ് ദി സെയിം. ശരിയായിട്ടുള്ള ഒരു കാര്യമാണ്. ഇനി ഏത് കോൺസ്റ്റന്റ് ത്രൂ ഔട്ട് നമ്മൾ എല്ലാവർക്കും ആഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്താ? അതിനൊരു ചേഞ്ചും ഉണ്ടായിരിക്കില്ല. നെക്സ്റ്റ്, റേഞ്ച് ഡസൻ ഡിപ്പെൻഡ് ഓൺ എക്സ്ട്രീം വാല്യൂസ്. റേഞ്ച് എന്താണ്? റേഞ്ചിന്റെ ഇക്വേഷൻ എന്തായിരുന്നടാ? R is equal to H minus L. എക്സ്ട്രീം വാല്യൂസ് അല്ലേ? നമ്മൾ ഏറ്റവും ഹയസ്റ്റ് വാല്യൂ പിന്നെന്താണ്? ലോവസ്റ്റ് വാല്യൂ ആണ് കണക്കാക്കുന്നത്. സോ ഇവിടെ എന്താണ്? നമുക്കറിയാം ഇവര് കണക്കാക്കുന്നത് എന്താണ്? എക്സ്ട്രീം വാല്യൂസ് ആണ്. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? റേഞ്ച് എക്സ്ട്രീം വാല്യൂസ് അല്ല യൂസ് ചെയ്യുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. സോ ആ സ്റ്റേറ്റ്മെന്റ് എന്താണ്? അത് ഫോൾസ് ആണ്. ആയിരിക്കും. സോ ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നമ്മളെ 7th ചാപ്റ്റർ സ്ക്യൂനെസ് ആൻഡ് കുർട്ടോസിസ് എന്ന് വരുന്ന ക്വസ്റ്റ്യൻസ്. അതിൽ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒന്നാണ് എക്സ്പ്ലെയിൻ ദി ടൈപ്സ് ഓഫ് കുർട്ടോസിസ്. ഡ്രോ ദി ഫ്രീക്വൻസി കർവ് ഷോ ദി ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കുർട്ടോസിസ്. സോ കുർട്ടോസിസിനെ പറ്റിയിട്ട് എന്താണ് നമുക്ക് ഒരു ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. നമ്മൾ 3 ടൈപ്പ് ഓഫ് കുർട്ടോസ് പഠിക്കുന്നുണ്ട്. ഏറ്റവും വലിയ ഹൈ പീക്ക് ആയിട്ടുള്ളത് ആരാണ്? ലെപ്റ്റോകർട്ടിക് ആണ്. നെക്സ്റ്റ് വരുന്ന ആരാണ്? അത് മീസോകർട്ടിക് ആണ്. പിന്നെ ലാസ്റ്റ് അത് പ്ലാറ്റികർട്ടിക് ആണ്. ഇനി β2 greater than 3 ആണെന്ത്? നമ്മളെ ലെപ്റ്റോകർട്ടിക്. β2
ഈക്വൽ ടു 3 ആണ് ആര്, നമ്മളെ മീസോകാർട്ടിക്. ആൻഡ് β2 ലെസ് ദാൻ 3 ആണ് ആര്, നമ്മളുടെ പ്ലാറ്റികാർട്ടിക് ഡിസ്ട്രിബ്യൂഷൻ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദി ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്ക്യൂനെസ്. സ്ക്യൂനെസ് നമ്മൾ 2 ടൈപ്പാണ് പഠിക്കുന്നത്. പിന്നെ പഠിക്കുന്നതാണ് സിമെട്രിക് കർവ് ആണ്. സ്ക്യൂനെസ് എത്ര ടൈപ്പ് ഉണ്ട്? പോസിറ്റീവ് സ്ക്യൂനെസും പഠിക്കുന്നുണ്ട്, പിന്നെ ആരാണ് നെഗറ്റീവ് സ്ക്യൂനെസും പഠിക്കുന്നുണ്ട്. പോസിറ്റീവില് നമുക്കറിയാം റൈറ്റിലേക്കാണ് എന്ത് ലോങ് ടെയിൽ വരുന്നത്, നെഗറ്റീവ് ആണെങ്കിൽ എന്താണ് ലെഫ്റ്റിലേക്കാണ് ലോങ് ടെയിൽ വരുന്നത്. സോ അതിന്റെ പ്രോപ്പർട്ടീസ് നമുക്കറിയാം, അത് എഴുതിയാൽ മതി. ഇനി നെക്സ്റ്റ് 8th ചാപ്റ്റർ, നമ്മുടെ പ്രോബബിലിറ്റി എന്നുള്ള ചാപ്റ്ററിന് ചോദിക്കാൻ പോകുന്ന ക്വസ്റ്റ്യന് എന്തായിരിക്കാം? അതില് സാമ്പിൾ സ്പേസ്, സാമ്പിൾ പോയിന്റ്, ഇവന്റ്, ഇത് 3 ഡിഫൈൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാലോ എന്താണ് സാമ്പിൾ സ്പേസ് എന്ന് പറയുന്നത്? സെറ്റ് ഓഫ് ഓൾ പോസിബിൾ ഔട്ട്കംസ് ഓഫ് റാൻഡം എക്സ്പെരിമെന്റ്. ഒരു റാൻഡം എക്സ്പെരിമെന്റ് ചെയ്തിട്ട് നമുക്ക് കിട്ടുന്ന എല്ലാ ഔട്ട്കംസിനെയും ഒന്നിച്ച് നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? സാമ്പിൾ സ്പേസ്. ആ സാമ്പിൾ സ്പേസിലെ ഒരു പോയിന്റിന് പറയുന്ന പേരാണ് സാമ്പിൾ പോയിന്റ്. ഇനി ഇവന്റ് എന്ന് പറയുന്നത് അതിന് ഒന്നോ അതിൽ കൂടുതലോ ഔട്ട്കംസ് ഉണ്ടായിരിക്കും. എന്താണ് സംഭവം? ഇറ്റ് ഈസ് എ സെറ്റ് ഓഫ് ഔട്ട്കംസ് വിച്ച് ഹാവ് സം ക്യാരക്ടറിസ്റ്റിക് ഇൻ കോമൺ. അതായത് ഗെറ്റിംഗ് എ ടെയിൽ ഇൻ എ കോയിൻ ടോസ്. ഒരു കോയിൻ ടോസ് ചെയ്യുമ്പോൾ ടെയിൽ കിട്ടുക, അതൊരു ഇവന്റ് ആണ്. അവിടെ എന്താണ്? അത് ഒരു കോയിനാണ് ടോസ് ചെയ്യുന്നതെങ്കിൽ ഒരു ടെയിൽ കിട്ടുക എന്ന് പറഞ്ഞാൽ എത്രയാണ് അതിന്റെ ചാൻസ്? 1/2. ഇനി റോളിംഗ് 5 ഓൺ എ റോൾ ഓഫ് ഡൈസ്. സോ ഒരു ഡൈ എറിയുമ്പോൾ നമുക്ക് 5 കിട്ടണം. അപ്പൊ കൃത്യമായിട്ട് നമ്മളൊരു സംഭവം നമ്മൾ എന്താ ഡിഫൈൻ ചെയ്യാണ്, അതാണ് എന്ത് നമ്മളുടെ ഇവന്റ് എന്ന് പറയുന്നത്. സോ ഇത്രയേ ഉള്ളൂ നമ്മളുടെ തിയറി ക്വസ്റ്റ്യൻസ്. ഈ 8 ചാപ്റ്ററിലും ക്രിസ്മസ് എക്സാമിനുള്ള 8 ചാപ്റ്ററിൽ നിന്നും നമുക്ക് എന്തൊക്കെയാണ് ഇമ്പോർട്ടന്റ് ആയിട്ട് എക്സാമിന് ചോദിക്കാൻ പറ്റുന്നത്, തിയറി പാർട്ടിൽ നിന്ന് വരാൻ പോകുന്ന ക്വസ്റ്റ്യൻസും ട്രൂ ഓർ ഫോൾസ് ആയിക്കോട്ടെ, മാത്സ് ഫോളോയിങ് ആയിക്കോട്ടെ, അല്ലാത്ത ക്വസ്റ്റ്യൻസും എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങൾ എല്ലാവരും അടിപൊളിയായിട്ട് ഇതൊക്കെ വെച്ചിട്ട് നല്ലപോലെ പ്രിപ്പയർ ചെയ്യുക. കുറച്ച് സമയം ബാക്കിയുള്ളൂ. സോ നമുക്ക് എക്സാംസ് അടിച്ചു പൊളിക്കണം. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.